ലഹരിമുക്ത കായംകുളത്തിനായി ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹിക കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ലഹരിമുക്ത കായംകുളം എന്ന ആശയവുമായാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത്. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് പൊതുസമൂഹത്തിൽ അവരുടെ പേര് വലിച്ചെടുത്ത് ഒരു മോശപ്പെടുത്തി ആ രീതി ശരിയല്ല. അത് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു യുവാവിനെയും ഒരു വ്യക്തിയും ഒരു സ്ത്രീയെയും ചെയ്യാൻ പാടില്ല. പക്ഷേ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവരാ സ്വഭാവത്തിലുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ഇപ്പോൾ കൊലക്കേസ് പ്രതിയെ വെറുതെ വിടുന്നുണ്ട്. മദ്യത്തിനോ മയക്കുമരുന്നിനോ തെറ്റായ ശീലങ്ങൾക്കോ അടിമപ്പെട്ടവരെ അവർക്ക് മാറാൻ ഒരുപാടുണ്ട്. കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഞാൻ അടിവരയിട്ട് വീണ്ടും പറയാം, ഇനി വരാൻ പോകുന്ന സ്കൂൾ വേനൽ അവധി കഴിയുമ്പോൾ അവിടെ ഒരു മക്കളെയും ഈ ഒരു ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത് കച്ചവടം ചെയ്ത് അവരെന്ത് ലാഭം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഓരോ കുടുംബം നശിപ്പിച്ചുകൊണ്ടല്ലേ. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. കായംകുളം DYSP N. ബാബുക്കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. ഹക്കീം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ കുടുംബ കോടതി ജഡ്ജി V. ഉദയകുമാർ മുഖ്യ അതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. എംബുജാക്ഷി, ലിയാഖത്ത് പറമ്പി, റിയാസ് പുലരിയിൽ, നിസാർ പൊന്നാരേത്ത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, CS സുനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.